ഇങ്ങനൊക്കെ ഉപകാരം ഉണ്ടല്ലേ. പിന്നെ പശു ഉണ്ടല്ലോ ഒരു 20 എണ്ണം, അതിനെ കളഞ്ഞിട്ട് വരൂല്ല. എന്നേക്കാ സ്നേഹമാണ് അതിനോട്. നീ പാല് കൊടുക്കൂലല്ലേ? 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഊഞ്ചിയ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങാ. കണ്ണ് കാണാതെ വീസി കൊറേ നേരം വീസി തപ്പിട്ട് കിട്ടിയതാട്ടാ. ഈകള് എന്റെ ഒരു 32 കൊണ്ടുവച്ച് അവിടെ ലൈവ് കാണുന്നുണ്ട്. ആ മയനോട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറയുമോ, ഫോൺ എടുക്കുന്നില്ലെന്ന്. ഡോർ ഓപ്പൺ ചെയ്യണം, ലൈവ് കണ്ടോണ്ടിരിക്കണ ആ ചെറുക്ക അത്ര വെളി കൊണ്ടിരിക്കണം. ഇങ്ങനൊക്കെ ഉപകാരം ഉണ്ടല്ലേ. പിന്നെ ഈ ഹോസ്റ്റലിലുള്ള പിള്ളേരൊക്കെ ഒരുമിച്ചിരുന്ന് ലൈവ് കാണുന്നവന്മാരൊക്കെ ഉണ്ട്. അവന്മാർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരമല്ലേ. അടുത്ത തന്നെ ഒരു വിഷമം എന്തോ പറയണം, ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ. അണ്ണന്റെ സാലറിന്ന് 50% തന്ന അണ്ണൻ ഈ വർഷം നല്ലത് മാത്രമേ വരൂ. സാലറിന്ന് 50%. ഇല്ലടാ, ഈ വർഷം ഓൾറെഡി എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. നിനക്ക് തന്നിട്ട് എനിക്ക് നല്ലത് വരണ്ട. നവാമിയുടെ ബർത്ത്ഡേ നവാമി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നവാമി. അണ്ണാ മെക്ക എന്താ യൂസ് ആക്കാത്ത ബ്രോ? ഇത് ടർഫ് വേറെ സെർവറിലാ. അപ്പൊ ഇവിടെ 2 ഗാങ്സിനും കോമൺ വണ്ടി മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇപ്പൊ ഇതിനകത്ത് ഈ ലിവറി എന്ന് പറഞ്ഞ സ്റ്റിക്കർ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവർക്കും വണ്ടിയാ, മനസ്സിലായ? അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 5000 രൂപയല്ലേ ഇപ്പൊ ക്രെഡിറ്റ് ആയത് ചന്ദ്രൻ അക്കൗണ്ടില്? സത്യം ഇന്നലത്തെ ബിസിനസ് പ്ലാൻ. എന്നാ ദേവൂട്ടൻ എന്ത് ചെയ്യേ? എടാ ദേവൂട്ടൻ അവളുടെ വീട്ടിലാ. മറ്റന്നാ ഒരു 2 ദിവസത്തിനകത്ത് വരും. 2 ദിവസം 3 ദിവസം 16-ാം തീയതി വരും. 16-ാം തീയതി വന്ദേ ഭാരത് ഇറങ്ങി വരും ഒറ്റയ്ക്ക്. ആ പിന്നെ അവനെല്ലാം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്തതാണ് അവനെ. 10 മാസമായി. 10 മാസം. അയ്യോ, ഞാനൊരു 2 മാസം കഴിഞ്ഞ ചെറുക്കന്റെ ബർത്ത്ഡേ, 1 വയസ്സ് ബർത്ത്ഡേ. അല്ലെ ഒരു വയസ്സിന് നമുക്ക് ചെലവേ എല്ലാരും വിളിച്ചിട്ട്. അത് ഇവിടെ അല്ല, വീട്ടിലായിരിക്കും കളിയാ. അമ്മ അച്ഛനും എല്ലാരും വേണം. ഇവിടെ വെച്ച എറണാകുളം വെച്ചാൽ ശരിയാവൂല. പശു ഉണ്ടല്ലോ ഒരു 20 എണ്ണം, അതിനെ കളഞ്ഞിട്ട് വരൂല്ല. എന്നേക്കാ സ്നേഹമാണ് അതിനോട്. എനിക്ക് ചില സമയത്ത് എനിക്ക് പൊസസീവ്നെസ് ഒക്കെ അടിക്കും എനിക്ക്. നീ പാല് കൊടുക്കൂലല്ലേ? കുടുംബം നോക്കുന്നില്ല, എന്തിനാ പാല് കൊടുക്കണം? ഞാൻ പാല് കൊടുക്കണം. അവിടത്തെ കടക്കാരനെ അങ്ങോട്ട് വിടാന്ന്. അതില് റിലേറ്റ് ആവുന്ന എടാ മമ്മി പപ്പ വരൂല്ലടാ, അവർക്ക് പശു പറഞ്ഞ അത്രയ്ക്ക് ജീവനാ. ഞാൻ ഇതുവരെ എന്റെ വ്ളോഗിലൊന്നും ഈ ഫാമും പശുവിനും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലേ? അപ്പൊ ഈ വട്ടം വീട്ടിൽ പോകുമ്പോ ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വട്ടം പോകുമ്പോ 2 പശുവില് തുടങ്ങിയതാ, ഇപ്പൊ 25 എണ്ണമായി. 25 എണ്ണം. പകുതി അവരാണ് വെയിറ്റ് ചെയ്തത്. അതിന്റെ രീതിയിലുള്ള ചിലത്തലുണ്ട് അതിന്. കോൺട്രവേഴ്സി പറഞ്ഞാൽ നാളെ ഹരിയണ്ണ വീഡിയോ ഇറക്കും. ഹരിയണ്ണനൊക്കെ നമ്മുടെ ടീംമേറ്റ് ആണ്, മനസ്സിലായോ? നമ്മുടെ ക്രിക്കറ്റ് ടീമിലെ ടീംമേറ്റ്, ഞങ്ങളുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാ സായി. ഇല്ല കോൺട്രവേഴ്സി അല്ല, നിന്റെ പടം വെച്ച് ചെയ്തെന്നാ പറഞ്ഞത് പുള്ളി. കോണ്ടന്റ് ആണല്ലേ? ചെയ്തതാണ് പറഞ്ഞത്. വീഡിയോ വന്നു. ഹരിയണ്ണൻ തോക്കിന്റെ ഒരു റീൽ ഇട്ടേക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാനത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. വിഷയ സാധനം, എന്റെ അമ്മോ എടുക്കുക. അതേലും ഓർമ്മ എടുക്കണം. വ്ളോഗ് കാണാറില്ല, നന്ദിയുണ്ടേ ഒരുപാട്. വോട്ട് കളിയാ ഹൂവിൽ വിന്നെന്ന് വോട്ട് ചെയ്യാൻ കൊണ്ട് ടിവിക്ക് ചെയ്ത് ചെയ്യട്ടാ. അവർ ഇന്ന് ഒരു ദിവസം T47 ഞാൻ കൊടുക്കും. ഇന്നൊരു വോട്ടെങ്കിലും കൊടുക്കണം നമുക്ക് എല്ലാവർക്കും. ഇത് ഇനി റീവോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? കഴിഞ്ഞല്ലേ? കള്ളവടി സോറി കള്ളവോട്ട് ചെയ്യല്ലേ ഇങ്ങനെ? ലൈവ് പോലും കാണാറില്ല, പിന്നല്ലേ നിന്റെ ബ്ലോഗൊന്ന്. പിന്നെ എന്താ നിന്റെ വ്ളോഗ് ആയിരിക്കും അല്ലേ? ആ സോറി.
എല്ലാരും ശ്രദ്ധിച്ചൊക്കെ വണ്ടിയൊക്കെ ഓട്ടിക്കണം കേട്ടാ. രണ്ടായിരത്തി 26 ഒരു ഉപദേശം എല്ലാരും ഒന്ന് കേൾക്കണേ. SRK സൗണ്ട് കൂട്ടി വെക്കുക, ഒന്ന് പറയാം, സംസാരിക്കണം പിള്ളേരുടെ അടുത്തുനിന്ന്. എല്ലാരും പുറത്തു പോകുമ്പോഴായാലും ശ്രദ്ധിച്ചൊക്കെ നടന്നു പോകുമ്പോഴായാലും വണ്ടി പോകുമ്പോഴായാലും വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പോവുക. എപ്പോഴാണ് നമ്മുടെ മനോനില കൈവിട്ടു പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങള് നമ്മുടെ ഡീമന്റെ വണ്ടി ഒരു ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബ്രാൻഡ് മാറിപ്പോയി, ഹയാബുസയായി. സൈബർ സൈബർ അപ്പുറല്ലായിരുന്നു കേട്ടാ. സൈബർ ആക്സിഡന്റ് കഴിഞ്ഞ് നോക്കിയപ്പോ ഇന്ന് രാവിലെ ഹയാബുസ ആക്സിഡന്റ് ആയ വീഡിയോ ഇട്ടപ്പോ ഫോട്ടോ എടുത്തിട്ടപ്പോ ചന്ദ്രൻ കൺഗ്രാറ്റ്സ് പുതിയ വണ്ടി എടുത്തിരുന്നു. വണ്ടി പുതിയ വണ്ടി ഇറക്കിയത് കൈ പിടിച്ച് ചെന്നപ്പോഴും കണ്ണാപ്പി അതന്നെ. ഇത് ഏതാ മോഡലിന് കണ്ണില്ലാതെ ഒറ്റക്കണ്ണിലൊക്കെ കണ്ടത് കേട്ടാ. ആരും ഒരു വിഷമം. നമുക്ക് സ്വാധീനമില്ലല്ലോ അണ്ണാ. എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ്, അവൾ മുസ്ലിം ആണ്, ഞാൻ ഹിന്ദു ആണ്, അപ്പൊ അവള് പറ്റില്ല എന്നാ പറയണേ, എന്ത് ചെയ്യും അണ്ണ? നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പറയണേ. ഇവരെ കൊണ്ടുവന്നാളൊന്ന് നാളെ കത്തിക്ക് പറഞ്ഞ് കൊണ്ടുപോയി ഇവിടെ നാളെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അണ്ണൻ പറഞ്ഞ്. എന്തിനാണ് എനിക്ക് അതിനൊന്നും എനിക്ക് പറ്റൂല. ആ പ്രശ്നങ്ങളൊന്നും എന്റെ അവര് തലയിലേക്ക് കുടുംബവും കൊച്ചൊക്കെ ഉള്ളതാണ്. നിങ്ങൾ അടുത്ത് കൊണ്ടുവച്ചത്. പിന്നെ അതോടല്ലേ ഒന്നും പറയാതെ എന്റെ ഫേവറേറ്റ് വ്ളോഗർ മല്ലു സിംഗ് ആണ്. അപ്പുറത്തുനിന്ന് പെയ്ഡ് കേട്ടോ, പെയ്ഡ്. അതാരാ പറ മല്ലു സിംഗ് ആണ്? മറ്റേ പടത്തിനകത്തുള്ളതാണോ? പിള്ളേരുടെ കണ്ണൻ വന്നതോ? കണ്ണനൊന്നും വന്നില്ല, അത് ഇവനാ. ഞാനിവിടെ ഉണ്ടേ. കൊറേ നേരം തപ്പിത്തടഞ്ഞാണ് വീസി എത്തിയത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ കൂട്ടുകാരനില്ലേ ആ ബോബോയി, അവനെ ഇനി ദേവി എന്റെ വീട്ടിലോട്ട് കൊണ്ടുവരുത് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, എനിക്ക് വാഗമണ് പരിപാടിയായിരുന്നേ. വാഗമണ് പരിപാടി ആയ സമയത്ത് ഞാൻ മൂവാറ്റുപുഴ വഴിയാ പോയത്. ഞാൻ അബദ്ധത്തിൽ അവിടെ ഒന്ന് കേറി, മൂവാറ്റുപുഴയിലെ ഒരു കടയിൽ കഴിക്കാൻ കയറിയപ്പോ ഞാൻ നമ്മള് കേട്ടില്ലല്ലോ. കാര്യം പറ. ആവതില്ലാത്തമാര് വീട്ടിലിരിക്കണം, മനസ്സിലായില്ല? അല്ലാണ്ട് മറ്റേ പൊക്കി പിടിച്ചോണ്ട് പോവല്ലേ ഇങ്ങനത്തെ പരിപാടിക്ക്. ഞാൻ അറിയാതെ മൂവാറ്റുപുഴ എത്തിയപ്പോ ഒന്ന് വിളിച്ചു പോയതാടാ. പയ്യൻ നേരെ വന്നിട്ട് ഒരു അടിപൊളി കടയുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ചോറും മീനും കഴിച്ച് 4000 രൂപ ബില്ലും വന്ന്. അന്ന് അതും പോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ അപ്പോഴേ ചാടി വണ്ടിക്കകത്ത് കയറി ഒരു ബാഗ് ഇട്ടിട്ടങ്ങ്. എന്നിട്ട് പറയാം അണ്ണ വാ പരിപാടിക്ക് പോവാമേ. പോണ വഴിക്ക് എവിടുന്നോ ഒരു ചാത്തൻ ക്യാനിൽ ഒരു ബിയർ മേടിച്ച് കുടിച്ചിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ കിടക്കും കേട്ടോ. അവിടെ ചെന്നപ്പോഴേ പരിപാടിക്ക് ഇറങ്ങാനും വയ്യാതെ, ഞാൻ പരിപാടിക്ക് പാടാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ അളിയ ഡ്രീമറെ ഇവരുന്നു അണ്ണാ വയ്യ ഞാൻ പാടക്കരുത് തൊട്ട് മുമ്പ് അവസാനമായിട്ട് കേൾക്കണ ഇതാണ്, ആശുപത്രിന്ന്. ഞാൻ പാട്ടും പാടി അവിടുന്ന് നേരെ തിരിച്ചു വന്നപ്പോ വിനീത് കെൽട്ടോസിന്റെ മണ്ടയ്ക്ക് ഒരു ലാമ്പൊക്കെ എടുത്ത് വെച്ച് ആംബുലൻസ് ആക്കി അതങ്ങ്. എന്നിട്ട് വാഗമണ്ണിന്ന് മൂവാറ്റുപുഴയിൽ 50 മിനിറ്റിൽ എത്തിച്ച് രാത്രി ഇവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ കേസ്, അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നേരെ തൃശ്ശൂർ പരിപാടിയാ. ഞങ്ങൾ വണ്ടിക്കകത്ത് പൊക്കോണ്ടിരുന്നപ്പോ ബോബോയെ വിളിച്ചിട്ട് ചോദിച്ചേടാ എങ്ങനെയുണ്ട്. ഞാൻ ഫോൺ വിളിച്ചപ്പോ ബോബോയെ അണ്ണാ പറയണ്ണ. ഞാൻ നേരം ഇവന്റെ സൗണ്ട് ഒക്കെ ഇവർ നീ ആശുപത്രി കയറിയില്ലേ? അണ്ണാ ഞാൻ അവിടെ കയറിയപ്പോ ഡോക്ടർ പറഞ്ഞു ടെമ്പറേച്ചർ മാറിയണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല, ട്രിപ്പിടണ്ട, ഞാനിങ്ങ് വീട്ടിൽ പോരുന്നു. എന്നിട്ട് രാവിലെ കൊടുങ്ങല്ലൂർ പരിപാടിക്ക് ഞാൻ നിൽക്കുമ്പോ വീണ്ടും വിളിക്കുവോ എന്നെ, അണ്ണാ ഞാൻ കാറെടുത്ത് അങ്ങോട്ട് വരട്ടെ, നമുക്ക് 2 നെൽപ്പിനൊക്കെ അടിച്ച് നിക്കാന്ന്. ഈ വീടിന്റെ പരിസരത്ത് കണ്ടായിരിക്കും ബോബോയെ. ഇനി മേലല്ല അങ്ങോട്ട് ചെന്നേക്കില്ല. നിന്റെയൊക്കെ തറവാടാണ് അത് മൈര്? നിനക്കൊക്കെ വീട്ടില്ലേ? നിനക്കൊക്കെ പറയല്ലേ കൊറേ എണ്ണം ഉണ്ട്. കണ്ണുപോയിരിക്കുന്നതാണ്. അതെ, എനിക്ക് ആവതില്ലാത്ത ഇപ്പൊ ടി വി ഒരു സൈഡ് ഫുള്ള് വികലാംഗന്മാരായല്ലേ അണ്ണാ? അതെ 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 അതെ. പക്ഷേ ആക്സിഡന്റ് ഒക്കെ പറയാം, SRKയുടെ ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് എന്ന് പറയാനല്ലേ, സൈക്കിളിൽ പോണെന്നൊന്നുമില്ല, നടന്നു പോയാലും ഒരുത്തം വന്ന് നേരെ കയറിയാൽ അത് ആക്സിഡന്റ് ആകുന്നേ. മുല്ല
SRK ബക്കറ്റ് പിരിവ് ഒന്നും ചെയ്യത്തില്ലല്ലോടാ, അവന് വൃച്ചസൊന്നും ഇല്ലല്ലോടാ. അല്ല നമ്മളിപ്പോ അതൊക്കെ നിർത്തിയാണ്, അവളൊക്കെ നിർത്തിയല്ലോ. അതൊക്കെ നിർത്തിയാണ് ഡീസന്റ് ആയി. ഇന്നലെ കൂടി ജർമ്മനെ കാണാൻ കാശ് വേണോ ലൈവില്? ജർമ്മനെ കാണാൻ ജർമ്മനിൽ അല്ലെ കളി തുടങ്ങി. ചന്ദ്രനൊന്നും പിന്നെ തിരക്കി പോലും ഇല്ല അണ്ണ എന്നെ. പിന്നെ നിന്നേക്ക് എന്ത് തിരക്കൻ? ഓ ഇവന് 17 PL. ഹരിക്ക് നമ്മുടെ പുതിയ മറ്റേതാ. ബാക്കിയുള്ളവരുവാ 3 വണ്ടിയെ വെയിറ്റ് ചെയ്ത് വരല്ലേ നിങ്ങളാണത്? 3 പേര് കത്തി. ഇവരുടെ ടയർ ഓടിക്കും. ഇത് കളർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലടാ. ഞാൻ T47 ഇവിടെ മൊത്തം പ്ലേഗ്രൗണ്ട് മൊത്തം നമ്മളെ സ്വന്തം വണ്ടി അറിഞ്ഞു നോക്കുന്നോ നമ്മളെ കോൾ മുച്ചിറി. ഞാൻ വെയിറ്റ് ഇടാത്ത എടാ കളിച്ചോണ്ടിരിക്കല്ലേ മുച്ചിറിയാ ഞാൻ ബാനായതുകൊണ്ട് ഗ്രൂപ്പ് നോക്കില്ല. നീ ഇവൻ പറയാൻ വേണ്ട, ഞാൻ കോൾ വിളിക്കാം. സൗകര്യമില്ലടാ. ചെവിക്കകത്തല്ലേ ഹെഡ്സെറ്റ് ഇരിക്കണേ. അഡ്മിൻ പ്ലീസ്. ഇവര് എന്താടാ ഹോൾഡ് പിന്നെയും കത്തി ഹോൾഡ്. നമ്മുടെ വാറിന് മാത്രം ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇവന്മാരുമായിട്ട് നമുക്കൊരു അളിയ ആയിരത്തിനകത്ത് നമ്മൾ ഇമോട്ട് ഇട്ടെന്ന് പറഞ്ഞ് പ്രശ്നമായി. അടുത്തത് ഇവന്മാരുടെ നോക്കിയപ്പോ ഇന്റർനാഷണൽ ഏതോ ഹാക്കർ വന്ന് മഴയും ക്രിസ്മസും സെലിബ്രേറ്റ് ചെയ്തിട്ട് നിക്കണ്ട. T47 ഒസാക്ക ആശ് എന്ത് പേരല്ലേ എല്ലാം ജെൻസി പേരുകളാണ് അതൊക്കെ. അളിയ എന്റെ ബിൽഡിംഗ് ആണ് അത്. അളിയ എന്നെ വേണം, ഞാൻ വേണം കളിക്കാൻ അടുത്ത ടർഫിന്. ഇവന്മാര് ജെൻസി അല്ലേ, ഇവന്മാര് ആൽഫ എന്തോ ആണ് ഇവന്മാര്. ഞാൻ ആ ബിൽഡിംഗ് ഫുള്ള് ഞാൻ ലിവറി അടിക്കാൻ പോണേ. എടാ അല്ല ഇവന്മാര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ ചെറുക്കൻ എന്തോ ആണ് T47. 10ാം ക്ലാസ് ഒന്നും ഇല്ലല്ലോ അളിയ. ഓപ്പോസിറ്റ് നിക്കുന്നൊക്കെ ഓക്കെ. ഈ ടീമിനെ ഐജിയിലായിട്ട് അവൻ കളിക്കണേ പറയണ കേക്കണില്ലേ അറ്റ്ലീസ്റ്റ് അവരെല്ലാരും. അവരോട് ഇറങ്ങാൻ പോയടാ. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോഴാണ് ടിവിയിൽ കയറിയത്. അതെ അത് ഭയങ്കര ടിവിക്ക് സോണില്ല. T47 ആണ് മൊത്തത്തിൽ. ഇവന്മാര് കഴിഞ്ഞ വട്ടത്തെ സെയിം ആ പൊസിഷൻ എടുത്തളിയാ. ഇവിടെ വല്ലാത്ത സോണായി പോയിട്ടാ. സോണായത് ഒന്നും ചെയ്യാനില്ല. ഇതാമാര് കഴിഞ്ഞ വട്ടത്തെ സെയിം പൊസിഷൻ എടുത്തു കളഞ്ഞു. ഇതാ ഒരുത്തം കൊണ്ടുവന്നത് ഒന്നും ചെയ്യാനില്ലത്. മേളിത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അയ്യോ ഗൈസ് അടുത്ത സോൺ മാറിയത് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് വന്നടാ സോണ്. അമ്പോ അടുത്ത സോൺ വന്നു. ഒരു ഫൈറ്റിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടിയിരിക്കുന്നു. 1% ചാൻസ് 99% ഫെയ്ത്ത്. പിന്നല്ല ഒന്നും ചെയ്യല്ല. പുള്ളി വൺ സൈഡ് ആണ്. വൺ സൈഡ് ആണ്. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. അടുത്ത ടർഫ് നമുക്ക് ഇനിയിപ്പോ അടുത്ത് വിളിക്കാലോ. നീലന്റെ BOE എന്താ പ്ലാൻ നോക്കാം. അടുത്ത സോൺ ക്യാമറ കേട്ടില്ല. എവിടാ കുത്തണ്ടേ? ക്യാമറന്റെ ബാക്ക് സൈഡ്, ഇതിന്റെ ബാക്ക് സൈഡ്. മനസ്സിലായി. ക്യാമറ കുത്തി അടിച്ചാലോ എന്തോ. എടാ അങ്ങനെയാണെങ്കിൽ മേളിലുള്ളവന്റെ ആംഗിൾ കട്ട് ചെയ്യാനുള്ള അത് മാത്രമേ ഉള്ളൂ. ക്യാമറ അവിടെ കുത്തുക അടിക്കുക. ഓക്കെ അവന്മാര് കളിക്കുന്ന വെച്ച് നോക്കട്ടെ എന്തായാലും. ആ ബിൽഡിങ്ങിന്റെ മുകളിലെ ക്യാമറ ബിൽഡിംഗ് മേളിൽ 2 പേര് ഓൾറെഡി ഉണ്ട്.
വ്യക്തി കാണാൻ പറ്റിയില്ല. അടിക്കുക. എനിക്ക് ഡൗട്ട് ഉണ്ടോ? 22ാമത്തെ മിനിറ്റിൽ സോൺ വന്നു. അതാണ് 22 അത് 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതാ ഞാൻ ആലോചിക്കുന്നത്. 22 മിനിറ്റ് ബാക്കിയുള്ളത് എന്റെ ഒന്ന് വീശി തരുമോ? അതിനു 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ അതിന് മാനേജ് വീശോ ഒന്ന് ചെന്നിട്ട് എന്റെ അടുത്ത് വരാൻ പറയടാ. അതാ ഞാൻ ആലോചിക്കണം. കഴിഞ്ഞ കളി ഡിഫറൻസ് അണ്ടർ ആവൂടാ, അത് TVS ഓൺ ഔട്ട് ആയതുകൊണ്ട്. ഇതെല്ലാം കോഡിങ്ങിലൊക്കെ ഇതാവുന്ന പരിപാടിയുള്ള കേസ്. ഇവർക്ക് അത് ചില സമയത്ത് ചിലപ്പോ എന്തെങ്കിലും കോഡ് എററും ബഗ്ഗും ഒക്കെ ആയി കഴിയുമ്പോൾ കൊണ്ട് കുത്താവാ. മാർക്ക് വാ. ആകെ 2-3 പേരുള്ളൂ. അവിടെ കൊണ്ട് കുത്തി അവന്മാരെ തന്നെ ഫസ്റ്റ് എടുക്കാം. എടാ നിങ്ങൾ കുത്താവോ. ഇവന്മാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കുത്താവോ? ബാക്കിയുള്ളവർക്ക് കുത്തിക്കോ. ഇവിടെ 3 വണ്ടി ഇവിടെ ഉണ്ട്. എടാ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കുത്ത്. അഡ്മിൻ ബി എടുക്കും. ഇല്ല ഡോക്ടറെ, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അമ്മ സോണിന് വെളിയിലായി പോടാ. വെളിയിൽ നിന്നൊന്നും അടിക്കല്ലടാ. അത് നമ്മുടെ പോയോ മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നും ചെയ്യാനില്ല അവിടെ. അമ്മമാര് കുത്തിയിട്ടില്ല ഇപ്പോഴും 2 വണ്ടി ഇവിടെ. ലൈവാണ്. ഇതിനകത്ത് വണ്ടി കൊണ്ട് കുത്താനും പറ്റത്തില്ല. ഇവന്മാര് വീഡിയോ ആവും കൊണ്ട് കുത്തിയ. നമുക്ക് എല്ലായിടത്തും ആൾക്കാരാ. ഐഡി അടിച്ചാൽ മതി. ചില്ല നമുക്ക് ചോദിക്കാം. ചില്ല This is wrong. എത്ര പേരുണ്ട് ഇനി? 1 2 3 4 5 6 7 8 9 3 പേര് ഡൗൺ ആയി. തോണ്ട വെളി വെച്ച് കൊന്നു ബ്രോ. ടർഫിനകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കാം, മനസ്സിലായ? വെളിയിൽ നിന്ന് അകത്തോട്ട് അടിക്കാനാ പറ്റാത്തത്. അകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കുന്നതിന് കുഴപ്പമില്ല. ഇതെന്തായാലും ഫെയർ അല്ല. സോ റിപ്പോർട്ട് ചെയ്യണം ബ്രോ. നമുക്ക് ചോദിക്കാം. ഇല്ല ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് അവിടെ പോയി അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇത് റിവാർ വെച്ച് തരുവാടാ. മോസ്റ്റ്ലി നമുക്ക് റിവാർ തരും. കാരണം ഇത് സോൺ എന്താ പക്കുണ്ട്. ചന്ദ്രനെ കിക്ക് ചെയ്തിട്ട് ആ പയ്യന് ചാൻസ് കൊടു. അത് നല്ലൊരു ഓപ്ഷനാണ്. ലോക് ദേ ഇവിടെ അടിയിൽ എത്തി കേട്ടാ. നൈസായിട്ട്. അതെ വാടാ. അവനെയുണ്ട്. ഒന്നും ചെയ്യല്ല ഇതിനുണ്ട്. ഈ സോണിൽ എന്തായാലും ഇങ്ങനെ കേറാൻ പറ്റൂല അമ്മ. അവരെ പോയി നിങ്ങൾ തെറി പറഞ്ഞിട്ട് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായ? ചില്ലാവ്. 50 സോൺ. ടർഫ് ബോസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാം, നമുക്ക് ചോദിക്കാം. കഴിഞ്ഞോട്ടെ ഇതുപോലെ ഒരുത്തം വന്നതാണ്. ഹാപ്പി ക്രിസ്മസ് എന്തോ പറയാൻ. ഒന്നും ചെയ്യാനില്ലടാ. അവന്മാർക്ക് വണ്ടി കൊണ്ട് കുത്താൻ പോലും പറ്റത്തില്ല. കുത്തിയാ അത് വീഡിയോ ഉറപ്പാണ്. ഒന്നും ചെയ്യാനില്ല. ഇത് കളിക്കണ്ടെന്ന് പറ. അല്ല അമ്മ തീർക്കട്ടെ. ഇനിയിപ്പോ തീർക്കട്ടെ. വേറെ എന്ത് ചെയ്യാൻ? കഴിഞ്ഞ കളി നമ്മൾ ഫൈറ്റ് ചെയ്ത് പോയി വെയിറ്റ് ചെയ്തോ. നമ്മൾ വൈഫോട്ട് കയറി പഠിച്ച് അവിടുത്തെ അടിച്ച് ചത്തു. അവരുടെ പോയി ചോദിച്ചിട്ട് സോൺ മാറിയത് കാര്യം. സോൺ മാറത്തില്ലടാ ഇങ്ങനെ 25 മിനിറ്റില്. 25 മിനിറ്റ് നിങ്ങക്ക് 2 സോൺ. സോണർ ഹോൾഡ് ഒന്നും ഇല്ല. സോണർ അല്ലടാ.
നമ്മളെല്ലാവർക്കും അടിച്ചണ്ണ എന്തായാലും ഇരുന്ന് ഭ്രാന്തായിരിക്കും. ആ അത് പോയി സംസാരിക്കണം. ഇത് ഒരു ഇത് വെച്ച് തരും. നമ്മൾ ഇമോട്ട് ഇട്ടെന്ന് പറഞ്ഞതല്ലേ മറ്റേ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നീ ഒരു പിക്ക് എടുത്തല്ലേ അവിടെ? നേരത്തെ പണ്ട് കിട്ടും. മന്ദാരം എടുത്ത് അത്രേ ഉള്ളൂ, വേറെ ആരും എടുത്തില്ല തോന്നുന്നു. നൈസ് നൈസ്. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരു സോൺ അങ്ങനെ എത്ര പെട്ടെന്ന് മാറിയേ? അതൊന്നും ചോദിക്കടാ, അവിടെ പോയി ചോദിച്ചു. അഡ്മിൻ ഞാൻ വരാം വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പൊ പോണ്ടെന്നാണ് ഇല്ലില്ല. കഴിഞ്ഞിട്ട് അവര് ഇല്ല അളിയാ, ഞാൻ എനിക്ക് അത് പോയി പറയണം. ജസ്റ്റ് അളിയാ എനിക്കത് പറയണം. അത് ജസ്റ്റ് ഒന്ന് പറയണം. ഇവന്മാര് വാറില് ചത്തവൻ നേരെ പോയിട്ട് വിളിച്ചതാ കഴിഞ്ഞ വട്ടം, മനസ്സിലായ? നമ്മുടെ എന്താ അവൻ വാക്കിംഗ് സ്റ്റൈല് മാറ്റി എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞവനാണ് അവൻ. പിന്നെ ഞാൻ പോയി പറയണ്ടേ അളിയാ? നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അനൗൺസ്മെന്റ് വന്ന്, മനസ്സിലായ? ഓൾറെഡി പുറത്ത് ഞാൻ എന്നിട്ട് വന്ന് ഇവിടെ വന്ന് പറയണം. ലൈവ് മ്യൂട്ട് ചെയ്യാൻ ഗൈസ്. ഇല്ല ആവശ്യം. അവന്മാർക്ക് ഉണ്ടല്ലോ ഈ കൊച്ചു പിള്ളേർ നാളെ സ്കൂളിൽ പോണ്ടേ അവന്മാർക്ക്. നീ എന്തിനു പറയണം അവന്മാർക്ക് ഇത് അടിച്ച് ഇപ്പൊ തോറ്റ് കഴിയുന്ന പ്രശ്നമായി. ഇപ്പൊ തോറ്റ് കഴിഞ്ഞുണ്ടല്ലോ ശരിയാവും. ഞാൻ കളിക്കാൻ കേറാം. അളി എന്റെ പേര് എഴുതി വന്നോട് എന്റെ പേര് എഴുതി ടഫിനെ ഉണ്ടേ. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ ഡിസിഷൻ പറയാം. അപ്പൊ ടർഫ് റീവാർ കാണത്തില്ല കേട്ടോ. അതെന്താ? അത് ടർഫ് ഷിഫ്റ്റ് ആയി. നിങ്ങൾ സോണിൽ കയറിയില്ല. ഈ ഊഞ്ഞ സർവ്വ ഞങ്ങൾ ഇറങ്ങാ. ഇതാണ് അവർ പറഞ്ഞ ന്യായമാണോ? അവർ പറഞ്ഞ ന്യായമാണോ? അല്ല ചുമ്മാ പറഞ്ഞ. ബുധനാഴ്ച 11 മണി കേട്ടോ. ബുധനാഴ്ചയോ? ബുധനാഴ്ച 11 ഇള ഇനി സംസാരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ഇറങ്ങണേ ഇള. എടാ ബുധനാഴ്ച അല്ല ബുധനല്ല, വ്യാഴാഴ്ച 11 മണി. മൈ ബാഡ്. നമ്മള് കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആണ്. എന്തൊക്കെയാടാ നീ അവരെ പറ്റി പറഞ്ഞ? അവര് സമ്മതിച്ചില്ലേ അളിയാ T47? പറഞ്ഞ കൊച്ചു പിള്ളേരാണെന്നൊക്കെ. നീ കൊച്ചു പിള്ളേരെന്നൊക്കെ സോറി T47 സോറി ഐ ആം സോറി. എന്റെ മൈ മിസ്റ്റേക്ക്. ഐ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. വെരി സോറി. മറ്റേ FRP മറ്റന്നാളല്ലേ ഫൈനൽ ഡിസിഷൻ? മറ്റന്നാള്. യെസ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എക്സലന്റ്. താങ്ക് യു T47. താങ്ക് യു.